എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് വ്ലോഗാണ്. ഇന്നത്തെ ലഞ്ചിന് ഞാൻ വിചാരിച്ചു എനിക്ക് വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പുളിങ്കറി ഒരു തോരനും ഒക്കെ ഉണ്ടാക്കി ഒരു വെജിറ്റേറിയൻ ലഞ്ചാണ് ഇന്നും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പിണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനത് നടുക്കൂടൊന്ന് മുറിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്കാണ് എടുത്തിടുന്നത്. അപ്പം ഈ പിണ്ടി നമ്മൾ നാട്ടിൽ കിട്ടുന്ന പിണ്ടി ഇങ്ങനെ അമ്മുമ്മയൊക്കെ അത് മുറിക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നത്, അതിങ്ങനെ അതിൻ്റെ ഈ കറ ഇല്ലേ, ആ ഒരു പശ, അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി വിരലയിൽ ഇങ്ങനെ അവർ ചുറ്റി എടുക്കും. ഓരോ വട്ടം മുറിക്കുമ്പോഴും അതിങ്ങനെ ചുറ്റി എടുക്കും. പക്ഷേ എനിക്കിതിൽ അങ്ങനെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഞാൻ അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ അവസാനം അതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഞാൻ നേരത്തെയും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയല്ല വാഴപ്പിണ്ടി, ഞാൻ നേരത്തെയും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, അപ്പോഴും നടന്നിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ ഏത് വാഴയുടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ നാട്ടിൽ വേറെ പിണ്ടി ചില വാഴകളുടെയൊക്കെ അല്ലേ വീട്ടിലൊക്കെ എടുക്കത്തുള്ളൂ, അല്ലാതെ എല്ലാ വാഴകളുടെയും ഒന്നും എടുക്കത്തില്ലല്ലോ. ഇത് നമുക്ക് ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ പക്ഷേ ഇഷ്ടം പോലെ ചില സമയത്ത് കാണാം ഇഷ്ടം പോലെ വിൽക്കുന്ന പച്ചക്കറി കടയിലും അല്ലാതെ ഓൺലൈനിലും ഒക്കെ ബനാന സ്റ്റം എന്നും പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും, കാരണം ഇത് ശരീരത്തിന് ഭയങ്കര നല്ല ഒരു കാര്യമല്ലേ, വയറിനുമൊക്കെ നല്ല ഒരു കാര്യമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുളിങ്കറി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാനിത് കുറച്ചെടുത്ത് ഞാൻ പുളിങ്കറി വെക്കുകയാണ്. അതിങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് 4ആയിട്ട് മുറിച്ച് അതിങ്ങനെ വെള്ളത്തിലിട്ട് വേവിക്കണം, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത്. അപ്പം ഞാനത് ശാല ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി കറ വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും എല്ലാം പിന്നെ ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ബാക്കി ഇരിക്കുന്നത് നമുക്ക് തോരൻ അരിയുമ്പോൾ ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിയണം. ചെറുതായിട്ടത് നമുക്ക് അരിഞ്ഞെടുക്കണം തോരന്. അപ്പം ഞാനിത് മുഴുവനും ഉപ്പ് എടുക്കുന്നില്ല തോരൻ, ഇതിൻ്റെ ഒരു പകുതി മതി തോരന്. ബാക്കി പകുതി ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തോരന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പിണ്ടി പറ്റെന്ന് പറഞ്ഞിങ്ങനെ മീൻ പറ്റിക്കുന്ന പോലെ വെക്കും. എനിക്കത് വെക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കിപ്പം വെക്കാൻ പറ്റിയില്ല, കാരണം ആദ്യമേ ഞാൻ പുളിങ്കറിക്ക് വെച്ചു. ഞാൻ പിണ്ടി പറ്റ് ഇതിപ്പം ഞാൻ ഈ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പിണ്ടി പറ്റ് വെക്കാമായിരുന്നു. പക്ഷേ പുളിങ്കറിയും പിണ്ടി പറ്റും കൂടെ ഒരു കോമ്പിനേഷൻ ശരിയാവത്തില്ല, കാരണം രണ്ടും പുളിയുള്ള കാര്യമാണ്. അതിങ്ങനെ പറ്റിക്കുന്നത് ഇച്ചിരി കുടംപുളി ചേർത്താണ് നമ്മൾ പിണ്ടിപ്പറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ പുളിങ്കറി എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പം വാളംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പുളിയാകുമ്പോൾ നമുക്കൊരു സുഖം കാണത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് പിന്നെ വെക്കാം, ഇതിപ്പോൾ തോരൻ തന്നെ വെക്കാമെന്ന്. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതൊരു ശകലം ചൂടുവെള്ളത്തിലാണ് അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഇപ്പോൾ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് കൊടുക്കുകയെന്ന് ഉടച്ചു കൊടുക്കുകയാണ്, വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും ഒരു വെന്തു സംഭവം, പക്ഷെ എന്നാലും ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഇവിടെ കിട്ടുന്ന ഒരു പിണ്ടിയുടെ ഒരു കുഴപ്പം. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ മതി. ഞാൻ കുറച്ചല്ല, 2 ദിവസത്തേക്കുള്ള കറിയുണ്ട്. ഇത് കുറച്ചാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കിത് 2 ദിവസത്തേക്കുള്ള കറിയുണ്ട്. അപ്പം ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് 2 ചെറിയുള്ളിയും പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ജീരകവും ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത്
ഇതെന്നിട്ട് ഈ നമ്മുടെ പുളി ചേർത്ത അത് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ 2 ദിവസത്തേക്ക് വെക്കുന്നത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. കാരണം തേങ്ങ അരച്ച കറികളല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പിറ്റേ ദിവസത്തേക്കും കൂടെ കണക്കാക്കിനാണ് ഞാൻ ഈ കറി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. പിന്നെ ഞാൻ ഈ വാഴപ്പിണ്ടി ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചത് നന്നായിട്ട് പിഴിഞ്ഞ് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു ദിവസം തോരനോ പിണ്ടിപ്പറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പിണ്ടിയിലേക്ക് തന്നെ ഉപ്പും കുറച്ച് തേങ്ങയും പിന്നെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഞാൻ ചേർക്കാറില്ല. അതിന് പകരം പച്ചമുളകും വെളുത്തുള്ളിയും കൂടാണ് ചതയ്ക്കുന്നത്. പച്ചമുളകിന് പകരം ഈ പിണ്ടി തോരനും പിണ്ടി പറ്റിനും ഒക്കെ കാന്താരിമുളക് ചതച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾക്കിവിടെ കിട്ടത്തില്ല. കാന്താരിമുളക് ചതച്ചാലാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി വെക്കണം. ഇങ്ങനെ ചെയ്യണമെന്നുമില്ല. ഡയറക്റ്റ് കടുകൊക്കെ വറുത്ത് പിണ്ടി ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കെപ്പോഴും ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് മിക്കവാറും ഉള്ള തോരൻ ഞാൻ അങ്ങനെ വെക്കുന്നത്. പിന്നെ അതല്ലാത്തത് ചിലപ്പം എളുപ്പപ്പണിക്ക് ഞാൻ ചെയ്യും. ഇതൊന്ന് മിക്സ് ചെയ്യാതെ പെട്ടെന്ന് ഓരോന്നിട്ട് സമയമില്ലെങ്കിൽ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പിണ്ടി ആണെങ്കിലും ബീൻസ് പയർ ഇതെല്ലാം ഞാനിങ്ങനെ തിരുമ്മി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂമ്പ് അതൊക്കെ എനിക്ക് അങ്ങനെ എപ്പോഴും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തോരന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ നമ്മൾ മുളകും കറിവേപ്പിലയൊക്കെ ഇട്ടു. അരി ഇടേണ്ടതാണ്. ആക്ച്വലി പിണ്ടിത്തോരൻ, കൂമ്പുതോരൻ, ചീരത്തോരൻ ഇതിനൊക്കെ ഞങ്ങൾ അരിയും കൂടി ഇട്ട് കടുക് വറുക്കും. പക്ഷേ എനിക്ക് എന്തോ ഈ അരി ഇട്ട് കടുക് വറുക്കാൻ ഇപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരി നന്നായിട്ട് ചോറൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കഴുകി വെക്കണമെന്നല്ലേ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഡയറക്റ്റ് ഇടാൻ കടുക് വറുക്കുമ്പോഴൊക്കെ അങ്ങനെ അരി എടുത്ത് ഡയറക്റ്റ് ഇടാൻ എനിക്കൊരു പേടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കിയിട്ട് കടുകും മുളകും കറിവേപ്പില ഇട്ട് കടുക് വറുത്തിട്ട് ഈ പിണ്ടിയുടെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് അടച്ചു വെച്ച് കുറച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ഇനി ഞാൻ പെട്ടെന്ന് ഒരു ഓംലെറ്റ്, എനിക്ക് ശ്രീഹരിക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. എനിക്കെന്തോ ഇന്നത് കഴിക്കാൻ തോന്നുന്നില്ല, ഇത് ഇത്ര മതിയും തോന്നി. ഇപ്പോൾ ഓംലെറ്റിൻ്റെ സംഭവം ഞാനത് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ചീരത്തോരൻ ഏകദേശമൊക്കെ വെന്തു വന്നു. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാൻ വേറെ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചു. അതിനി അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കടുക് വറുത്തിടണം. നമ്മൾ ഇതിൽ കടുക് വറുത്തിട്ടിട്ടില്ലല്ലോ. നമ്മുടെ പിണ്ടി പുളിങ്കറിക്കകത്ത് നമ്മൾ കടുക് വറുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു കരണ്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായി അത് കടുകും മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കത് കടുക് വറുത്തെടുക്കാം. വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കടുക്, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് അത് കടുക് വറുത്ത് നമുക്കിതിനകത്ത് ഒഴിച്ച് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിണ്ടി പുളിങ്കറി ഇവിടെ റെഡിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിണ്ടി പുളിങ്കറിയും പിണ്ടി തോരൻ, പിണ്ടിപ്പറ്റ, പിണ്ടിയുടെ എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്. അപ്പം എനിക്കിഷ്ടമുള്ളൊരു കറിയാണിത്. ഇതും ഒരു മീൻ വറുത്തതും ഈ തോരനും ഒക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ടേസ്റ്റാണ്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ബാക്കി വേറെ ആൾക്കാർക്ക് എനിക്ക് ആ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് മുട്ട ഞാൻ വിചാരിച്ചു ആ കരണ്ടി തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. കരണ്ടി ഓംലെറ്റ് എന്നൊക്കെ ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഒരാൾക്ക് തന്നെ ആവുമ്പം അത് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഇത് എടുക്കുകയും ചെയ്തല്ലോ, കടുക് വറുക്കാൻ വേണ്ടിയിട്ടല്ലേ എടുത്തത്. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ആ കരണ്ടിയിൽ ആ എണ്ണ ഫുള്ളൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ചിലപ്പം ഇത് പണി തരും, അടുക്കി പിടിക്കും, നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഷേപ്പിലൊന്നും വരത്തില്ല, മൊത്തം മുറിഞ്ഞു, അങ്ങനത്തെ ഫ്ലോപ്പ് പരിപാടിയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പം ഞാനിപ്പം ആ ഓംലെറ്റിൻ്റെ ഇത് അതിനകത്തേക്ക് ഒഴിച്ച്, ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ദോശക്കല്ലിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രമായതുകൊണ്ട് ഒരു മുട്ടയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാത്രം എടുക്കുകയും ചെയ്തു, ആദ്യം തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി അങ്ങ് തീരുമല്ലോ. അപ്പം ഓംലെറ്റും റെഡിയായി, പിണ്ടി തോരനും റെഡിയായി, പുളിങ്കറിയും റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ഇതും ഒരു നല്ല കോമ്പിനേഷനാണ്. പിണ്ടി പുളിങ്കറി, തോരൻ. പിണ്ടി തോരൻ വേണമെന്നില്ല, പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിണ്ടി തോരനും കൂടെ വെച്ചത്. പിന്നെ ഒരു ഓംലെറ്റും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.